ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച് വായനക്കാരെ ത്രില്ലടിപ്പിച്ച ഓജോ ബോർഡ് എന്ന നോവലിന്റെ രചയിതാവ് അഖിൽ പി ധർമ്മജന്റെ പ്രായം വെറും 22 വയസ്സ്. എന്നാൽ മലയാള സാഹിത്യത്തിൽ പുതിയൊരു ചരിത്രം കുറിച്ചിടുകയാണ് അഖിൽ. വായനക്കാർ മുൻകൈയെടുത്ത് പ്രസിദ്ധീകരിച്ച മലയാളത്തിലെ ആദ്യ നോവലായി മാറിയിരിക്കുന്നു ഓജോ ബോർഡ്. ട്വിസ്റ്റുകൾ അനവധിയുള്ള ഹൊറർ നോവലായ ഓജോ ബോർഡിന്റെ പ്രകാശനവേദിയായിരുന്നു ആദ്യ ട്വിസ്റ്റ്. ആലപ്പുഴ ചാത്തനാട് പൊതുശ്മശാനമായിരുന്നു വേദി. ഇനി പ്രകാശന കർമ്മത്തിലേക്ക്. ചടങ്ങിനെത്തിയവരുടെ പേരുകൾ ഉൾപ്പെടുത്തി നറുക്കെടുപ്പ്. ഓജോ ബോർഡ് പ്രകാശനം ചെയ്യാൻ അവസരം ലഭിച്ചത് തിരുവല്ലക്കാരൻ സജീവിന്. ആദ്യ കോപ്പി ഏറ്റുവാങ്ങാൻ നറുക്കുവീണത് ഏട്ടത്തിയായ ഷെർലിക്കും. ഇവിടെ ബുക്ക് വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് തന്നെ. ഇങ്ങനെ ഇത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. പ്രകാശന ചടങ്ങിനായി പ്രകാശന വേദിയിലേക്ക് പുസ്തകം എത്തിച്ചതായിരുന്നു മറ്റൊരു ട്വിസ്റ്റ്. സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ ആഹ്ലാദം അഖിലിന്. ഒരുപാട് സന്തോഷം തോന്നുന്നു. അതൊരു ശ്മശാനത്തിൽ വെച്ച് നടക്കുമ്പോൾ ആരൊക്കെ വരുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. പക്ഷേ വലിയ രീതിയിൽ സപ്പോർട്ടുണ്ടായി. അഖിലിനെ കാണാനെത്തി വലിയ ദൗത്യം നിർവഹിച്ചതിന്റെ ത്രില്ലിൽ സജീവ്. അഖിലിന്റെ അടുത്ത പുസ്തകം പൂർണ്ണ ചിലവിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പ്രസാധകനായ ഷിബുവും. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഊർജ്ജത്തിൽ അഖിലിൻ്റെ അടുത്ത പുസ്തകം തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ആയിരിക്കും പ്രസിദ്ധീകരിക്കുക എന്നുകൂടി അറിയിച്ചു വിടുന്നു. അഖിലിനെ ഫേസ്ബുക്കിൽ പിന്തുടർന്നവരായിരുന്നു ചടങ്ങിനെത്തിയവരിൽ ഏറെയും. ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ യുവാക്കളുടെ സാന്നിധ്യം ഇത്രയേറെ ഉണ്ടായതും പുതിയ വായനാ ലോകത്തെ മികച്ച സൂചനയാണ്. ക്യാമറമാൻ രാഹുൽ കൃഷ്ണയ്ക്കൊപ്പം അനൂപ് ഷൺമുഖൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.